ലമുറിയോസകത്വം. നമ്മുടെ കർത്താവിന് വന്ദനം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യം. യൗസേപ്പ് ഉറക്കത്തിൽ നിന്നുണർന്നു കർത്താവിൻ്റെ ദൂതൻ അവനോട് കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിച്ചു തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. ആമേൻ. തിരുജനന ധ്യാന നിമിഷങ്ങളിൽ മുറതെറ്റാതെ ഉള്ളിൽ കടന്നു പോകുന്ന ചില അപൂർവം ജീവിതങ്ങളുണ്ട് അക്ഷരങ്ങൾ കഥ പറയുന്ന സുവിശേഷ താളുകളിൽ. എണ്ണിയാൽ തീരാത്ത എത്രയോ പാഠങ്ങൾ നൽകി ജീവിതം ധന്യമാക്കി കടന്നുപോയ ദൈവത്തിൻ്റെ സ്വന്തം കയ്യൊപ്പ് പേറിയ അസാധാരണ മനുഷ്യർ. പളുങ്കുപാത്രം ചിതറുന്നതുപോലെ ചിതറാമായിരുന്ന ചില ജീവിതങ്ങളെ വല്ലാത്ത ഉത്സ്നേഹത്തോടെ കൈക്കുമ്പിളിൽ സംരക്ഷിച്ചവരിൽ പെടുന്നു നീതിമാനായ ജോസഫും പുരോഹിതനായ സക്കറിയായും. ഒരുവൻ കൂടിവരവിന് മുമ്പേ സ്വഭാര്യയുടെ ഗർഭവാർത്ത കേട്ടവൻ, മറ്റൊരുവൻ സ്വഭാര്യയെ അപരർ മച്ചി എന്ന് വിളിക്കുന്നത് കേട്ടവൻ. സംശയമെന്ന കാറ്റിൽ പൊലിഞ്ഞു പോകാമായിരുന്ന ചെറുദീപം കെടാതെ സൂക്ഷിച്ചവരാണ് ഇവരിരുവരും. ഇന്നത്തെ ധ്യാനം ഇതാകട്ടെ. ഒരു ചെറു പുഞ്ചിരി മതി ചില കുരുന്നു ജീവിതങ്ങൾ വാടാതിരിക്കുവാൻ. ഒരു കൈത്താങ്ങൽ മതി വീണവർ എഴുന്നേൽക്കുവാൻ. ആൾക്കൂട്ടത്തിൽ ഒറ്റയാക്കപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവരുടെ ഹൃദയമിടിപ്പിൻ്റെ താളം അറിയാൻ കഴിയണം. അവരുടെ മിഴി നിറഞ്ഞൊഴുകുന്നതും തെറ്റുപറ്റാത്ത പൂർണ്ണരെന്ന് സ്വയം മേനി നടിക്കുന്നവരെ തട്ടിയിട്ട് നടക്കാൻ സ്ഥലമില്ലാത്ത ഈ ലോകത്ത് പണ്ടെങ്ങോ സംഭവിച്ച അരുതായ്മയുടെ വിഴുപ്പുഭാരം ഇന്നും പേറേണ്ടി വരുന്ന ഹതഭാഗ്യരെ കണ്ടില്ലെന്ന് നടിക്കരുത്. നീതിമാന്മാരെ മാത്രം തേടി വന്നവൻ്റെ തിരുജനനമല്ല നാം ഈ നാളുകളിൽ ഘോഷിക്കുന്നത്. ജഡപ്രകാരമുള്ള നിന്റെ മഹനീയ ജന്മദിനം ആഘോഷിക്കുവാൻ അർഹരായി ഭവിച്ചിരിക്കുന്ന ബലഹീനരും പാപികളുമായ ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് ജനനപ്പെരുന്നാളിൻ്റെ സന്ധ്യയിൽ നാം ചൊല്ലുന്നത്. ഇരുൾ പടർന്ന ജീവിതങ്ങൾക്ക് ഒരിത്തിരി വെളിച്ചം പകരാൻ നമുക്ക് കഴിയുമ്പോൾ ആകാശത്ത് നക്ഷത്രം വിടരുന്നത് നമുക്ക് കാണാം. നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ അവൻ തേടി വന്നതെന്ന പ്രാസമൊപ്പിച്ചുള്ള പ്രസംഗമോ ശ്രുതിമാധുര്യമുള്ള ആരാധനയോ നൽകുന്നതിലധികം സാന്ത്വനം ഒരു പക്ഷേ കരുണയോടുള്ള ഒരു വാക്കിന് നൽകാൻ കഴിയും. മിഴിനീർ തുടയ്ക്കുന്നതിനേക്കാളും വലിയ സുവിശേഷം എന്തുള്ളൂ? ദൈവമേ, കനൽ പാറുന്ന വിമർശനക്കാറ്റിൽ വാടി വീഴാമായിരുന്ന എത്രയോ അവസരങ്ങൾ, എറിയാൻ കല്ലുമായി കൂടിയവരുടെ പൊള്ളത്തരങ്ങളിൽ വീണുടയാമായിരുന്ന എത്രയോ സന്ദർഭങ്ങൾ, അപ്പോഴൊക്കെയും നിന്നിൽ അസാധാരണ വെളിച്ചം ലഭിച്ച ചുരുക്കം ചില സുമനസ്സുകളിലൂടെ നീ ഞങ്ങളെ കരുതിയല്ലോ. നന്ദി. ബേത്ലഹേമിലേക്കുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ എളിയവരെയും ആരോരുമില്ലാത്തവരെയും എല്ലാം ഞങ്ങളുടെ കൈക്കുമ്പിളിൽ സൂക്ഷിക്കുവാൻ, തകർച്ചയിൽ നിന്നും കൈപിടിച്ചുയർത്തുവാൻ മറിയത്തിൻ മകനെ ഞങ്ങളിൽ കൃപയേകണമേ. ആമേൻ.